നമ്മൾ മുൻപ് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇക്വേഷൻ തരുന്നു. ഇത്തരത്തിലുള്ള ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. പ്രധാനപ്പെട്ടതാണ്, തെറ്റിക്കാൻ വകുപ്പുണ്ട്, മുമ്പേ ചെയ്തോണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതി. നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടുള്ളൂ. മറ്റേതൊക്കെ ഒരുപാട് ജോലി ചെയ്യേണ്ടതാണ്. ഇവിടെ എളുപ്പം നമുക്ക് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുകയാണ് എക്സും വൈയും. നമ്മളിവിടെ എടുക്കുന്നു 1/xനെ നമ്മൾ u എന്നും 1/y നമ്മൾ v എന്നും കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ടത് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ കൊടുക്കുമ്പം നമ്മൾ ഇക്വേഷൻ 1/xനെ നമ്മൾ u കൊടുക്കുമ്പം u കൊടുത്താൽ ഹാഫ് u കിട്ടും. ഇത് 1/y v ആകുമ്പം -v -1. മനസ്സിലായോ? ഹാഫ് എക്സ് അവിടെ ഹാഫ് അവിടെ ഉണ്ട്. 1/xന് പകരം നമ്മൾ u കൊടുക്കുന്നു. അതുകൊണ്ട് ഹാഫ് u 1/y v എന്നെടുത്തു. അപ്പോൾ -v -1 എന്നും. സെക്കൻഡ് ഇക്വേഷൻ 1/xന് u കൊടുത്തു, ഹാഫ് y എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു 1/yക്ക് പകരം v കൊടുത്തു, ഹാഫ് b (8) എന്ന് പറയുന്ന പുതിയ 2 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി ഇവിടെ നമുക്ക് പിന്നെ 1/p/q രൂപത്തിൽ കിടക്കുകയാണ്. അപ്പം നമുക്കതിനെ അല്ലാതെ ഇക്വേഷനെ ഒന്ന് നേരെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കിതിൻ്റെ ഡിനോമിനേറ്ററിലെ 2 ഒഴിവാക്കണമെങ്കിൽ ഇവിടെയും 2 ഇവിടെയും 2 ഉള്ളു. അപ്പോൾ മൾട്ടിപ്ലൈങ് ബോത്ത് ദ ഇക്വേഷൻ ബൈ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇൻറ്റു ഹാഫ് u 2 ഇൻറ്റു v 2v 2 ഇൻറ്റു -1 -2. ഇവിടെ 2 ഇൻറ്റു u 2u 2 ഇൻറ്റു ഹാഫ് u 2 ക്യാൻസൽ b (2 ഇൻറ്റു 8 16). ഇപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്ന രീതിയിലായല്ലോ. ഇവിടെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്നാണ്ട് വന്നാണ്ടോ. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ മെത്തേഡ് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ 2 കൊണ്ട് ഇങ്ങോട്ടും 1 കൊണ്ട് അങ്ങോട്ടുമാണ്. അപ്പം നമ്മൾ സെക്കൻഡിൻ്റെ വിയുടെ കോയിഫിഷ്യൻ്റായ 1 കൊണ്ട് അവിടെ വൈക്ക് പകരം ഇവിടെ വി 1 ഇൻറ്റു u 1 ഇൻറ്റു 2v 2v -2 കിട്ടുന്നു. ഇങ്ങോട്ട് 2 കൊണ്ട് വിത്തൗട്ട് സൈനാണ്, സൈൻ എടുക്കാൻ പാടില്ല, 2 മാത്രം എടുക്കുക. 2 ഇൻറ്റു 2 4u 2 ഇൻറ്റു v 2v 2 ഇൻറ്റു 16 32. പുതിയ 2 ഇക്വേഷൻ കിട്ടി. ഇവിടെ നമ്മൾ ഈ ടേമിൻ്റെ സൈൻ ഓപ്പോസിറ്റ് സൈനാണ്. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പം ആഡ് ചെയ്യുമ്പോൾ ഇല്ലാതാകും. -2v ആൻഡ് +2v ആഡ് ചെയ്യുമ്പം 0 പോയി. 4u + u 5u -2 + 32 = 30. 5u 30 ആണെങ്കിൽ u = 30 ഡിവൈഡഡ് ബൈ 5 = 6. അപ്പോൾ u കിട്ടി. ഇനി യുവിൻ്റെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് v കിട്ടും. അത് നമ്മൾ ഏതെടുത്തു? u - 2v = -2 എന്ന് പറയുന്ന അതിനകത്ത് യുവിൻ്റെ സ്ഥാനത്ത് 6 കൊടുത്തു. -2v = -2 -2v = -2 6 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -6 -2 -6 -8. അപ്പോൾ v = 2 മൈനസ് ആയതുകൊണ്ട് മൈനസ് ക്യാൻസൽ 8/2 = 4. അപ്പം u 6 എന്നും കിട്ടി, v 4 എന്നും കിട്ടി. നമ്മളിവിടെ u എടുത്ത് എന്താ 1/x അല്ലേ? അപ്പോൾ u 1/x എടുത്ത്, അപ്പോൾ x എന്താ 1/u റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ യുവിൻ്റെ റെസിപ്രോക്കലാണ് x. അപ്പോൾ u 6 ആണെങ്കിൽ നമ്മുടെ x എത്ര കിട്ടും? 1/x കിട്ടും. v 4 ആണെങ്കിൽ നമ്മളെ y എന്ത് കിട്ടും? 1/4 കിട്ടും. റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ. അപ്പം നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂയും വൈയുടെ വാല്യൂയും സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എക്സിൻ്റെ വൈയുടെയും എല്ലാം കണ്ടുപിടിച്ചു. നല്ല ക്വസ്റ്റ്യനാണ്, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. മിഡിൽ ടേമിൻ്റെ സൈൻ സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തില്ലാതാക്കുക, ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ ആഡ് ചെയ്തില്ലാതാക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാൻ. ഓക്കെ.